പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വിശുദ്ധ പകൽക്കാലം. ഒരു അനുഗ്രഹീതമായ തമ്പുരാൻ്റെ കൃപയാൽ കഴിഞ്ഞ ദിവസം ഒരു പുതുവയസ്സിലേക്ക് ഒരു പുതുവർഷം കാണുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. വർഷത്തിൻ്റെ ആരംഭത്തിൻ്റെ വിശുദ്ധ പകൽക്കാലം എൻ്റെ തമ്പുരാനെ സ്തുതിപ്പാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വർഷം കൂടെ കാണുവാൻ ദൈവം കൃപ ചെയ്തു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ ഈ മഹാദൈവത്തെ അറിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത്. ഈ ദൈവം, ഈ ജീവിക്കുന്ന ദൈവത്തെ ഉയർത്തുവാനും ഈ സർവശക്തൻ തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും, ആമേൻ, നന്മകളും, ആമേൻ, എല്ലാ ജീവിതത്തിൻ്റെ മണ്ഡലത്തിൽ എന്ത് തന്നെ വന്നാലും അതെല്ലാം പൊന്നുനാമ മഹത്വത്തിന് വേണ്ടി, തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമായി തീരുവാൻ അവൻ തമ്പുരാൻ തീർക്കുന്ന തോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുവാൻ, തമ്പുരാൻ്റെ നാമമായി കടന്നു പോകുവാൻ, അതിലുപരി ജീവിക്കുന്ന ദൈവം യേശുവെന്ന് പറയുവാൻ എവിടെ കടന്നു പോയാലും ഈ യേശു രക്ഷകനെ ഉയർത്തുവാൻ തരുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്ക് ആമേൻ ഈ അനുഗ്രഹീതമായ ഈ ആഴ്ചവട്ടത്തിൻ്റെ പുതുദിവസത്തിൽ പറയുവാനുള്ളത്, ഏക സത്യനിത്യദൈവമായ യേശുവാണ് രക്ഷകനെന്നും ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും മുഴുവലത്തോടും ആരാധിച്ചാൽ അതിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിക്കാം എന്നുള്ളതുമാണ്. ആ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആമേൻ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഈ വിശുദ്ധ പോൽക്കാലം ഏൽപ്പിക്കുന്നു. എല്ലാ ദൈവജനത്തെയും, ആമേൻ, ദേശവാസികൾ, അയൽവാസികൾ, ആമേൻ, അതുപോലെ എൻ്റെ രാജ്യം, ദേശം എല്ലാം ഓർത്ത്, പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിതർ, സഹോദരങ്ങൾ, എൻ്റെ ആമേൻ ചാർച്ചക്കാർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്തെന്ന് പറഞ്ഞാൽ ആമേൻ സകലവും ചെല്ലുന്ന, സകലവും ചേരുന്ന, സകലവും ഒരുമിക്കുന്ന നിത്യത രാജ്യമായ ആമേൻ ആ നിത്യതയിലേക്ക് എത്തുവാൻ ഏക വഴിയും സത്യവും ജീവനുമായ യേശുവാണ് രക്ഷകനെന്നാണ് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്. ആ തമ്പുരാനെ ഞാൻ ഉയർത്തുന്നു. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിനു സ്തോത്രം, എൻ്റെ ദൈവത്തിനു സ്തോത്രം. എണ്ണിയാൽ തീരാത്ത നന്മകൾക്കായി ദൈവത്തിനു സ്തോത്രം, എൻ്റെ ദൈവത്തിനു സ്തോത്രം. എണ്ണിയാൽ തീരാത്ത നന്മകൾക്കായി ദൈവത്തിനു സ്തോത്രം, എൻ്റെ ദൈവത്തിനു സ്തോത്രം. ആ നല്ല ദൈവം വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അതെ, ഇന്ന് ആമേൻ വിശുദ്ധ ദിവസമാണ്. ഇന്ന് ആരാധനയുടെ ദിവസമാണ്. ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ആമേൻ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കാതെ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആമേൻ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, അന്യഭാഷ കൃപാവരങ്ങളോട് ദൈവത്തെ ആമേൻ മഹത്വപ്പെടുത്തുന്ന ദൈവജനത്തിൻ്റെ മേൽ ആമേൻ കൃപമേൽ കൃപ പകർന്ന് അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ ദൈവജനത്തെയും ദൈവം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം യേശു കർത്താവ് കരുണയുള്ളവൻ അവൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തമ്പുരാൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ അവൻ പുതുവർഷത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പുതിയ വർഷമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവകൃപയിൽ ആശ്രയിപ്പാനും ഒക്കെ ഇടയായപ്പോൾ തന്നെ എനിക്കൊന്ന് പറയുവാനുണ്ട്. ഈ ജീവൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുവാൻ എനിക്ക് എന്ന ഭാഗ്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും തിരഞ്ഞെടുത്ത് അവൻ നിത്യരാജാവിൻ്റെ മക്കളാക്കി എനിക്കൊന്ന് പറയുവാനുണ്ട്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. അതെ, അനുഗ്രഹീതമായ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ ആമേൻ ദൈവം തമ്പുരാൻ തന്നു. ജീവിതത്തിൻ്റെ മണ്ഡലത്തിൽ കഷ്ടതകളും ഭാരങ്ങളും ഒക്കെ വന്നു. ആമേൻ രോഗങ്ങൾ വന്നു. ആമേൻ കഴിഞ്ഞ ദിവസങ്ങൾ തുടർച്ചയായി 15 ദിവസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടുന്ന് താളടിയായി പോകാതെ, നശിച്ചു പോകാതെ ഈ ജീവൻ്റെ ദാതാവിനെ ഈ പുതിയ ദിവസത്തിൽ ഉയർത്തുവാൻ ദൈവം തന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം തമ്പുരാന് ആമേൻ സ്തോത്രം അർപ്പിച്ചുകൊണ്ട് തന്നെ
ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ഹല്ലേലൂയ.